ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനം ദ ഗോഡ് ടൂർ എന്ന പേരിൽ വളരെ ആഘോഷമായിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കൊൽക്കത്തയിൽ വെച്ച് അടപടലം ഭണ്ഡാരം തുടങ്ങിയത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഹൈദരാബാദിൽ വെച്ച് നടന്ന സെക്കൻഡ് എപ്പിസോഡ് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ നടന്നു എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. അവരുടെ തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുകയും ലയണൽ മെസ്സിയോടൊപ്പം പന്ത് തട്ടുകയും ചെയ്തു. ലയണൽ മെസ്സിക്കൊപ്പം പന്ത് തട്ടുന്ന ആദ്യ ഇന്ത്യൻ മുഖ്യമന്ത്രി എന്നുള്ള ഖ്യാതി വേണമെങ്കിൽ രേവന്ത് റെഡ്ഡിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ കോൺഗ്രസ് നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മക്കളും എല്ലാം ലയണൽ മെസ്സിയോടൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിൽ കൊൽക്കത്തയിലെ അത്രയും ഫുട്ബോളിനെ ക്രേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നല്ല രീതിയിൽ തന്നെ ഇവൻ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹൈദരാബാദിൽ വളരെ തണുത്ത് വിറച്ച കാലാവസ്ഥയായിരുന്നു. 19 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ താപനില. ആ സമയത്ത് പോലും ലയണൽ മെസ്സിയുടെ ബോഡി ഗാർഡ് എന്ന് ആരാധകർ കളിയാക്കി വിളിക്കുന്ന റോഡ്രിഗോ പോള് ഒരു സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടാണ് വന്നത്. സോ ഇമ്മ്യൂണിറ്റി വേറെ ലെവലാണ്. ഞാനൊക്കെ നല്ല വൈറൽ ഇൻഫെക്ഷൻ അടിച്ച് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. സോ പറയാൻ വന്നത് ഇത്രേ ഉള്ളൂ. ആദ്യ ഇവന്റ് പാളിയെങ്കിലും ഇവന്റിന്റെ ആദ്യഘട്ടം പാളിയെങ്കിലും രണ്ടാമത്തെ ഘട്ടം ഹൈദരാബാദിൽ വെച്ച് വളരെ പെരുമയോടുകൂടി തന്നെ നടന്നു. അവരുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ള പൊളിറ്റീഷ്യൻസ്മാർ കളത്തിലിറങ്ങി കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലയണൽ മെസ്സിയോടൊപ്പം അവർക്ക് പന്ത് തട്ടാനും കഴിയുന്നുണ്ട്. അപ്പം ഗോഡ് ഇന്ത്യ ടൂറിൻ്റെ സെക്കൻഡ് എഡിഷൻ വളരെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് എപ്പിസോഡ്